കൈപ്പങ്ങ വറുത്തരച്ചൊരു കൂട്ടാനുണ്ടാക്കാൻ ഒരു കൈപ്പങ്ങ, ഒരു കുടം പുളി, കുറച്ച് ചീരുള്ളി, പച്ചമുളകും കരിവേപ്പിൻ്റെ ഇല. അതിൻ്റെ മുന്നേ ആദ്യം നമ്മൾ അരമുറി തേങ്ങ ചിരകിയെടുത്തതാണ്, അത് വറുത്തെടുക്കണം. എനിക്ക് തേങ്ങ 1 ടീസ്പൂൺ ജീരകം, വലിയ ജീരകമാണ്, മഞ്ഞൾപ്പൊടി, രണ്ട് ചീരുള്ളി, ചെറിയ ചീരുള്ളി കൂടി അരിഞ്ഞിടുക, കരിവേപ്പിൻ്റെ ഇലയും കൂടി. ഇത് നമുക്ക് ഒന്ന് വറുത്ത് 1 ടീസ്പൂൺ കുരുമുളക്, വലിയൊരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ. ഇത് നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക. ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പുളിയുടെ ചണ്ടി കൈപ്പങ്ങി കൂടിയും വേവിച്ചാൻ വെച്ചതാണ്. അത് തിളക്കണുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇത് നല്ലോണം തിളച്ച് 10 മിനിറ്റ് നേരം തിളച്ചതിൻ്റെ ശേഷം ഇതിൽ നിന്ന് നമുക്കിത് ഊറ്റിയെടുക്കണം. ഇത് തിളച്ച് വരുമ്പോഴത്തിന് തേങ്ങ അരച്ചിട്ട് വരാം. ഇത് മിക്സിയിലിട്ട് നല്ലോണം അരച്ചിട്ട് വരാം. ഇതിലുള്ള ആ പുളിൻ്റെ ചണ്ടിയിൽ തിളപ്പിച്ചാൻ വെച്ച കൈപ്പങ്ങ കോരിയെടുക്കുക. അത് പോയേക്ക് നമ്മൾ തേങ്ങ വറുത്ത് അരച്ച് റെഡിയാക്കിക്കണ്. ഇനി ഈ കൈപ്പങ്ങ ഒന്നും കൂടി പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഈ ചണ്ടി നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം കൈപ്പങ്ങയും മുളക് ഇതിക്കാൻ ഇട്ട് കൊടുക്കുക. ഇത് പുളിൻ്റെ വെള്ളമാണ് നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ ആ വെള്ളം ഒഴിക്കുക. തേങ്ങ വറുത്തരച്ചത് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അടുപ്പത്ത് വെക്കുക. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കുക. ഇത് നല്ലോണം ഒരു 10 മിനിറ്റ് ഇടുന്ന് നല്ലോണം വെന്ത് വരണം. ഇത് വെന്തിൻ്റെ ശേഷം പിന്നെ ചട്ടിയിൽ നിന്ന് മാറി വെക്കരുത്. ഈ ചട്ടിയിൽ തന്നെ ഇരിക്കണം. അപ്പോഴേ ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ പച്ചമുളകൊക്കെ നല്ലോണം വെന്ത് വരട്ടെ. ഇതിപ്പോൾ എരിവും പുളി ഉപ്പ് ഒക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത് ഞാൻ ആയി വരുമ്പോഴേക്ക് ഇതൊന്നും കൂടി ആയി വരുമ്പോഴത്ത് അടുത്ത അടുപ്പത്തെ ഒരു ചട്ടി വെച്ചിട്ട് നമുക്കത് ഓൺ ചെയ്യാം. ഇത് ചൂടായി വരുമ്പോഴേക്ക് നമുക്കതിലേക്കുള്ള ഉള്ളി, കരിവേപ്പിൻ്റെ ഇലയൊക്കെ തയ്യാറാക്കാം. അതുവരെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി കഴിഞ്ഞ് ചട്ടി നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് അപ്പോഴേക്ക് ഇവിടെ ഇതിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വറുത്തരച്ച തേങ്ങയുടെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് കടുകിടാം. ഒരു ടീസ്പൂൺ കടുക്, അത് നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 മണി ഉലുവ, ഇതെല്ലാം പൊട്ടി വരുന്ന അപ്പോൾ ചെറിയ ഉള്ളി, ഇതൊന്ന് കുറച്ച് ചോർന്ന് വരുമ്പോഴേക്ക്
അതിൻ്റെ കൂടെ ഇളക്കി കൊടുക്കണം. വെള്ളം കുറവായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ശരിയാക്കി എടുക്കണം. ഇത് ചട്ടിയിൽ തന്നെ വെച്ചിരിക്കണം. മുളക് നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചില പുളി നല്ല പുളി ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ അളവിൽ പുളി എടുക്കണ്ട, പുളി ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. റെഡി ആയി തുടങ്ങുന്നുണ്ട്. കരിവേപ്പിൻ്റെ ഇല, രണ്ട് ചുവന്ന മുളക്, എല്ലാം ചോന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഓഫാക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കളറുണ്ടാവും. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് നമ്മളെ കൈപ്പങ്ങ കൂട്ടാൻ റെഡിയായി. ഇത് ഒരു ദിവസമെങ്കിലും ഇരിക്കണം, അപ്പോഴത് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. താങ്ക്സ്.